ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള നിലമ്പൂരാണ്. ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ പോകാം. അപ്പോൾ ട്രിപ്പ് എങ്ങോട്ടാന്ന് വെച്ചാൽ ഹൈദരാബാദിലേക്കാണ്. അപ്പോൾ ഹൈദരാബാദിലേക്ക് ഞങ്ങൾ എങ്ങനെ പോകുന്ന ഡീറ്റെയിൽസൊക്കെ ജോബിൽ പറയും. ഞാനും ജോബിലും കൂടി കേട്ടോ പോണേ. അപ്പോൾ ജോബിൻ്റെ വണ്ടിക്കാണ് പോണേ. വണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജോബിൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വയനാട് വഴിയാണ് പോകുന്നത്. നമ്മൾ വയനാട് വഴിയാണ് പോകുന്നത്. നമുക്കത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നാടണി കയറാൻ നോക്കി. അവിടെ കയറുന്ന സമയത്ത് നമുക്ക് പാസും കാര്യങ്ങളാണ്. പിന്നെ ബൈക്ക് അലൗഡ് അല്ല, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ പോകാൻ പറ്റുന്നത് വയനാട് വഴിയാണ്. സോ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പാസിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ഫിറ്റ് ആയിരുന്നാൽ മതി. പിന്നെ ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം മതി. അപ്പോൾ നമ്മൾ ആദ്യം വയനാട് കയറും. വയനാട് കഴിഞ്ഞ് നമ്മൾ നേരെ ഗുണ്ടൽപേട്ട് നിന്ന് പിന്നെ മൈസൂർ, മാണ്ഡ്യ, അങ്ങനെ ബാംഗ്ലൂർ നമുക്ക് നൈറ്റ് സ്റ്റേ ആണ്. പിന്നെ നമ്മൾ നൈറ്റ് അവിടെ MG റോഡൊക്കെ പോയിന്ന് വൈബായിട്ട് നമ്മൾ തിരിച്ചു വരും. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, ഹൈദരാബാദിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നാളെ ഒരു രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എത്താൻ പാകത്തിനാണ് പോകുന്നത്. സോ ഞങ്ങൾ ഒത്തിരി സ്പീഡിലൊന്നും പോകുന്നില്ല, മിനിമം സ്പീഡിലാണ് പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡാണ്, നമ്മൾ രണ്ടുപേരും ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്, പ്ലസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളോട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളൂ. ഇത് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം പ്ലാന്. കാരണം നമ്മൾ യാത്രാമധ്യം എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും പ്ലാന് ചേഞ്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടെ വെക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക. അപ്പോൾ ചാനൽ അതിലൂടെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ജോബിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുക. ഞങ്ങൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ അതിൽ വരും. ഓക്കെ ഗായ്സ്, അപ്പോൾ ജോബിൽ വണ്ടിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബേക്കിൽ ഇത് ബാഗ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെക്കാൻ പറ്റും, ഇവിടെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റും. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും കാണില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ബാഗ് ഫ്രണ്ടിലാണ് വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ വെക്കാൻ പറ്റും. ക്രോസിൽ ഇങ്ങനെ ആണോ? അപ്പോൾ ബാഗ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇടവണ്ണയാണ്, ഇടവണ്ണയാണ്. നിലമ്പൂർക്ക് ഇവിടുന്ന് ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇൻട്രോ ഒക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു ചായപ്പുഴ ഒഴുകുന്നുണ്ട്. പിന്നെ പ്രത്യേക വിഷ്വലാണത് കേട്ടോ, കിടിലം വിഷ്വലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു മലയും വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. നമ്മൾ നിലമ്പൂരിൽ നിന്ന് നേരത്തെ ഇറങ്ങി. അപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ 10 മണിയായിട്ടോ. നമ്മൾ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു നിലമ്പൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. ഇനി വെയിലൊക്കെ കൊണ്ട് പോകണം. എന്തായാലും ഫുൾ സെറ്റാണ്. എന്തായാലും കൂടെ ഉണ്ടാവുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബാഗൊക്കെ സെറ്റ് ചെയ്തു, ഹെൽമെറ്റ് എല്ലാം ഓക്കെ. ഇനി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Empty hearts and neon lights, they're playing with my mind. Gotta get out of here tonight. Oh, I wanna run off and fly. And I'll tell myself it's fine to be alone, just to find somewhere that finally feels like home. Oh, 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 I hate all this overthinking. Oh, 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 the more I swim, the more I'm sinking. Take me to a world of silver, no more heartbreaks, tears, painkillers. Take me somewhere unfamiliar, bring me back to... നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മുക്കത്താടോ. ഇനി നേരെ നമ്മൾ താമരശ്ശേരി ചുരം കയറും, നേരെ വയനാടെത്തും. അപ്പോൾ എന്തായാലും ചുരത്തിൻ്റെ വിശേഷം കാണിച്ചിട്ടോ. ചുരമൊക്കെ ഒന്ന് കാണിച്ചുതരാം. അടിപൊളിയാണ്. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless.
Burning the bridge that keeps us. I'm here and I'm feeling exaggerated, that's what you assume. The story's over now, I must conclude. I am ഈ മലത്ത് കാണാൻ പറ്റും. ഗായ്സ്, നമ്മളിപ്പോൾ ചുരത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. നമ്മളിനി നേരെ താമരശ്ശേരി ചുരം കയറാൻ പോവാണ്. നമ്മളിപ്പോൾ അടിവാരത്തുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കിടിലം വിഷ്വൽ കേട്ടോ. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വ്യൂ നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ കണ്ടില്ല, അത് ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ചായ കുടിച്ചിട്ട് വേണം ഇനി മേലോട്ട് പോകാൻ. കണ്ട സ്കൈ കണ്ട ഗായ്സ്, ഒരു രക്ഷയില്ല. ആ മലയെ കണ്ട, അയ്യോ ആ പോക കയറിയ കിടിലം വിഷ്വൽ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത യാത്ര. ഈ ചുരം എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ശരിക്കും നല്ല രാവിലെ വരണമായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. എന്നാലും ഇപ്പോഴും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളി വിഷയം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിക്കുക കേട്ടോ. അതൊക്കെ വ്യൂ ഉണ്ടോ, ഗായ്സ്. പണിപൊളി. നമ്മുടെ നിർത്തിയ സമയത്ത് അവിടെ ഹൈവേ പോലീസ് വന്നു. അപ്പോൾ അവിടെ അധികം നിൽക്കാൻ പറ്റില്ല പോലും. നമുക്ക് എഴുതും, നമുക്ക് ഫൈൻ എഴുതും. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത്, അവിടുത്തെ പിള്ളേർ പറഞ്ഞു വേഗം വണ്ടി എടുത്ത് വിട്ടു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നില്ല, വേഗം വണ്ടി എടുത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി ചായ ഇനി പോണ വഴിക്ക് ഇനി എവിടെയെങ്കിലും സെറ്റ് എവിടെയുള്ള വെച്ചാൽ അവിടെ നോക്കുന്നുണ്ട്. ഇവിടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കാഴ്ച, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഗായ്സ്, അപ്പം നമ്മൾ കോഴിക്കോട് ഡിസ്ട്രിക്ട് കഴിഞ്ഞു നേരെ വയനാട് ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്യാൻ പോണേ. വെൽക്കം ടു വയനാട്. അപ്പോൾ ഞങ്ങൾ വയനാടെത്തി. കിടിലൻ വ്യൂ കേട്ടോ. ഗായ്സ്, നമ്മുടെ ദൂരത്തിൽ താഴെ മുതൽ മേലെ വരെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോലീസുകാരെ കണ്ടു. ഹൈവേ ആയിട്ടും അല്ലാതെ സ്റ്റേഷനിൽ പോലീസൊക്കെ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ചുരത്തിൽ നിന്ന് ആരും വണ്ടി സ്റ്റോപ്പ് ചെയ്യരുത്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മക്കയായിട്ട് കയറിയിട്ട് മാത്രം ചുരത്തിൽ വണ്ടി ഓടിച്ചിട്ട് മേലോട്ട് വരിക.
സമയത്ത് രാത്രിയും പകലും എപ്പോഴും പോലീസ് ഉണ്ടാവും. അതിൽ കെയർ ചെയ്യുക. പലരും ഫോട്ടോ എടുക്കാനൊക്കെ വണ്ടി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക. ഗായ്സ്, നമ്മളിപ്പോൾ വയനാട്ടിൽ കൽപ്പറ്റ എത്തിയിട്ടുണ്ട് കേട്ടോ. കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. നമ്മൾ ബൈപ്പാസ് കയറിയില്ല. ഇപ്പോൾ കൽപ്പറ്റ ജംഗ്ഷനിലുള്ളൂ കേട്ടോ. ചായ കുടിക്കാനുള്ള കാരണം കൊണ്ട് ഞങ്ങളിവിടെ ചായ കുടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ എത്തി തോന്നുന്നു. ബസ്സൊക്കെ പോകുന്നു. അപ്പോൾ ഇനി നമ്മളിനി എവിടെ നിന്നും അതൊന്ന് ചായ കുടിക്കണം. കാരണം ചുരം കയറി ഇനി നല്ല തണുപ്പൊക്കെ കയറി. അപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കണം. നമ്മൾ ചുരം സ്റ്റാർട്ടിങ് തന്നെ ചായ കുടിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടാണ്. പക്ഷേ പോലീസ് വന്നിട്ട് പറ്റിയില്ല. നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു ഹോട്ടൽ കണ്ടു. ഇനി അവിടെ പോയിട്ട് ചായ കുടിക്കണം കേട്ടോ. നിങ്ങൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട്. അവിടെ പോയി നോക്കട്ടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ. പിന്നെ വയനാട് എത്തിയപ്പോൾ കിട്ടിയ ഒരു പ്രത്യേകത എന്താ പറയുക, സ്കൈ കണ്ടോ ഗായ്സ്? എന്താ ഫുൾ ക്ലൗഡിയാണ്. ഫുൾ ക്ലൗഡി, ഒരു രക്ഷയില്ലാത്ത സ്കൈ. ഇപ്പോൾ ഞങ്ങളുള്ളത് കൽപ്പറ്റയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചായ കുടിക്കുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഗായ്സ്, അപ്പോൾ നമ്മൾ കൽപ്പറ്റയുള്ളത്. കൽപ്പറ്റ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. നമ്മൾ പൊറോട്ട കേട്ടോ പറഞ്ഞേ. കാരണം ഞങ്ങളിതിപ്പോൾ നൈറ്റൊക്കെ ആവും. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എത്തുമ്പോൾ നൈറ്റ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ പൊറോട്ട കഴിച്ചിട്ട് പോകാൻ വെച്ചു. പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞിട്ടില്ലേ. അപ്പം ഇനി കഴിച്ചിട്ട് ഇറങ്ങോട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വയനാട് ബോർഡർ കഴിയാനായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ കോവിഡ് 19 ഒരു ചെക്കിംഗ് ഉണ്ടാവും. അവിടെ നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ലെന്ന് തോന്നുന്നു. തിരിച്ചു വരുന്നവർ അവിടെ രജിസ്റ്റർ ചെയ്ത് വേണം വരാൻ. സോ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ഫോറസ്റ്റാണ് നമുക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ 3 കിലോമീറ്റർ കഴിഞ്ഞാൽ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറും. പിന്നെ അവിടെ നമുക്കൊരു ഹാർഡ്ലി 2 hours നമ്മൾ കാട്ടിക്കൂടെ തന്നെ ആയിരിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗുണ്ടൽപേട്ട് മൈസൂർ. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ ഓൾറെഡി കഴിച്ചു. അതന്നെ ധാരാളം. ഇനി കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം വരും. ഹാഫ് ഓഫ് ദ ഞങ്ങൾ ഉറങ്ങി തന്നെയാണ് വന്നത്. സോ ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാണ്. അവിടെ അടുത്ത എപ്പിസോഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ ചെയ്യുക, ചെയ്തവർ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിക്കുക, ഫ്രണ്ട്സിനോട് ചെയ്യിക്കുക. ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ വളർത്തുക. ഞങ്ങളെ വളർത്തുന്നതനുസരിച്ച് ഞങ്ങൾ നിങ്ങളെയും കെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.